ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ PSC മത്സര പരീക്ഷകളിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ള പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമ്മൾ അടുത്തിടെ എഴുതാൻ പോകുന്ന പരീക്ഷ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അത് കഴിയുമ്പോൾ 10ാം തരം പ്രാഥമിക പരീക്ഷ വരും, ഡിഗ്രി പ്രിലിംസ് വരും, കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെഫ്കോ LD, പിന്നെ നമ്മളൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2027 LGS LDC. ഇതിലേത് പരീക്ഷ എടുത്താലും 5 മാർക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പൊ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ 5 മാർക്ക് ഉറപ്പിക്കണമെങ്കിൽ ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ SCERT പാഠഭാഗങ്ങൾ പഠിക്കണം. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ SCERT പാഠഭാഗങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ ഭരണഘടന എന്ന പ്ലേലിസ്റ്റ് എടുത്താൽ SCERT പാഠകങ്ങൾ 5 മുതൽ 8 വരെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കി. ഇനി 9ഉം 10ഉം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ മുൻവർഷ ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള മത്സര പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇതാണ് നമ്മളെ കൂടുതൽ മാർക്കിലേക്ക് അടുപ്പിക്കുക. അപ്പോൾ അങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ, 105 ചോദ്യങ്ങളുണ്ടാകെ, അങ്ങനെയുള്ള 100 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായിട്ട് കേൾക്കുക. മുഴുവൻ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പഠിച്ചിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 5 മാർക്ക് ഉറപ്പിക്കാം. 5 കിട്ടിയില്ലെങ്കിൽ 4 മാർക്ക് ഞാൻ ഗ്യാരണ്ടി പറയാം. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഷ്ടപ്പെടും, ഒരു ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ അഭിപ്രായങ്ങളും ഈ ലൈക്കുകളുമായിരിക്കും ഈ വീഡിയോ കൂടുതൽ റീച്ചിലേക്ക് എത്തിക്കുക. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു നിസ്വാർത്ഥ സഹായം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി 5 മാർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായമാണ് നിങ്ങളുടെ ലൈക്കും കമൻറ്റും. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. അപ്പോൾ ഓരോ പ്രസ്താവന വായിക്കണം. അത് ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം നോക്കണം. ശരിയാണെങ്കിൽ പെൻസിൽ മാർക്ക് ചെയ്യാം, കുഴപ്പമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ. ശരിയും തെറ്റും ഇട്ട ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷനിലേക്ക് പോവുക. അപ്പോൾ ഒരിക്കലും തെറ്റില്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചു. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. ഞാൻ ആൻസർ വായിക്കാം. 1ഉം 2ഉം 3ഉം ശരിയാണ് എന്നതാണ് കറക്റ്റായ പ്രസ്താവന. ഭരണഘടന രൂപം കൊണ്ടപ്പോൾ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. അപ്പോൾ നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ഭരണഘടന രൂപം കൊണ്ടപ്പോൾ 22 ഭാഗങ്ങൾ, 395 അനുച്ഛേദങ്ങൾ, 8 പട്ടികകൾ. അപ്പോൾ ആ ചോദ്യം ക്ലിയറായി. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. അപ്പൊ ഇന്നത്തെ 100 ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളൊരു നോട്ട് കൂടി തയ്യാറാക്കണം. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭാഗങ്ങൾ 22, അനുച്ഛേദം 395, പട്ടികകൾ 8. നിലവിൽ വന്ന തീയതി 1950 ജനുവരി 26. പക്ഷേ ഭരണഘടന അംഗീകരിച്ച തീയതി 1949 നവംബർ 26. നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കും. അടുത്ത ചോദ്യം, പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ സി, EN ഗ്ലാഡന്റെ വാക്കുകളാണ്. പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. അടുത്ത ചോദ്യം,
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. ചോദ്യം 6. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം. ഇന്ത്യൻ സിവിൽ സർവീസ് ദിനം ഏപ്രിൽ 21. 2010 കേരള ദുരന്ത നിവാരണ നയം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി അനുസരിച്ച് ദുരന്തങ്ങളെ എത്രയായി തിരിക്കാം? ഉത്തരം 5. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എഴുതേണ്ട പോയിന്റ് ഇങ്ങനെയാണ്: കേരള ദുരന്ത നിവാരണ നയം ഒരു ഹൈഫൺ ഇട്ടിട്ട് 2010 ഒരു ഹൈഫൺ ഇട്ടിട്ട് 5 ദുരന്തങ്ങളെ 5ആയി തിരിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, ജുവൽ എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചതാര്? ഓപ്ഷൻ ഡി ഠാക്കൂർദാസ് ഭാർഗവ. കാര്യനിർവഹണത്തിന്റെ തലവനാര്? നമ്മൾ SCERT-ൽ ഇതൊക്കെ പഠിച്ചതാ. നീതിന്യായ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം ഇതൊക്കെ പഠിച്ചതാണ്. കാര്യനിർവഹണത്തിന്റെ തലവൻ. ഓപ്ഷൻ എ രാഷ്ട്രപതി. ഏതു രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ നോട്ടിൽ എഴുതുക, നിർദ്ദേശക തത്വങ്ങൾ ഹൈഫൺ ഇട്ടിട്ട് അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. കുറെ കടമെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് ചേരുംപടി ചേർക്കാനോ ശരിയായ ജോഡി തെറ്റായ ജോഡിക്കോ ഒക്കെ പ്രസ്താവനകൾ ചോദിക്കാം. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി? ഓപ്ഷൻ ഡി വിവര സ്വാതന്ത്ര്യ നിയമം 2002. ഒരു സ്റ്റാർ ഇട്ട് എഴുതി വെക്കുക. വിവര സ്വാതന്ത്ര്യ നിയമം 2002, വിവരാവകാശ നിയമം 2005. ചോദ്യം 12. ഡോക്ടർ DS കോത്താരി കമ്മീഷനുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ബന്ധമില്ലാത്ത പ്രസ്താവന 4-മത്തെയാണ്. കോത്താരി കമ്മീഷൻ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, 10+2+3 മാതൃക. ചോദ്യം 13. അപ്പോൾ നമ്മൾ ഒരിടത്ത് എഴുതി വെച്ചു നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. അതുപോലെ എഴുതി വെക്കണം ഇന്ത്യൻ മൗലിക അവകാശങ്ങൾ കടം കൊണ്ട രാജ്യം. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക അവകാശങ്ങൾ അമേരിക്ക. അറ്റോർണി ജനറൽ സർക്കാരിന് നൽകുന്ന പ്രധാന സേവനം എന്ത്? അറ്റോർണി ജനറൽ നിയമ ഉപദേശം. ഗാർഹിക പീഡന നിരോധന നിയമ ബിൽ ഒപ്പുവെച്ച പ്രസിഡന്റ്? ഗാർഹിക പീഡന നിരോധന നിയമ ബിൽ ഒപ്പുവെച്ചത് APJ അബ്ദുൽ കലാം. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും അധികാര വിഭജനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ പട്ടിക? പട്ടിക 7. 7-മത്തെ പട്ടികയിലാണ് അധികാര വിഭജനം. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗം? ഓപ്ഷൻ എ കാര്യനിർവഹണ വിഭാഗം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്? റിപ്പൺ പ്രഭുവാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ്.
പാർലമെന്ററി സബ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി? ഓപ്ഷൻ എ പി കെ തുങ്കൻ കമ്മിറ്റി. അതൊരു വ്യത്യസ്തതാ ചോദ്യമാണ്. പാർലമെന്ററി സബ് കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി. സംസ്ഥാന അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസ് സംബന്ധിച്ച് ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? അഡ്വക്കേറ്റ് ജനറൽ. ഓപ്ഷൻ ബി 165. ചില ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെട്ടത്. മാഗ്ന കാർട്ട എന്താണെന്ന് നമ്മൾ SCERT പഠിച്ചു. ഇന്ത്യൻ ജനങ്ങളുടെ മാഗ്ന കാർട്ട ഏതാണെന്ന് നമ്മൾ പഠിച്ചു. ഓപ്ഷൻ സി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അതനുസരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും രാജ്യഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതേത്? നിങ്ങൾക്കറിയാം, സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കി 44ാം ഭേദഗതി അനുസരിച്ച്. അതുകൊണ്ട് മൗലികാവകാശങ്ങളിൽ സ്വത്തവകാശമില്ല. ചൂഷണത്തിനെതിരെയുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവുമുണ്ട്. തൊഴിലുറപ്പ് ക്ഷേമനിധി പദ്ധതികൾ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം? ഒരു സംശയവും വേണ്ട, കേരളം. മാർഗനിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു. അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ. ചോദ്യം 25. ഭരണഘടനയിൽ നിലവിൽ എത്ര ഭാഗങ്ങളുണ്ട്? നിലവിൽ വന്നപ്പോൾ 22 എന്ന് നമ്മൾ പഠിച്ചു. ഇപ്പോൾ എത്ര ഭാഗങ്ങളുണ്ട്? ഓപ്ഷൻ ബി 25. സംരക്ഷണ ഓഫീസർ ഗാർഹിക സംഭവ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി മജിസ്ട്രേറ്റ്. ആരുടെ ജന്മദിനമാണ് ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്നത്? മാർച്ച് 8 വനിതാ ദിനം. സരോജിനി നായിഡുവിന്റെ ജന്മദിനമാണ്. സോളിസിറ്റർ ജനറലിന്റെ നിയമനം നിർവഹിക്കുന്നതാര്? സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നതാര് എന്നതാണ് ചോദ്യം. രാഷ്ട്രപതി. ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി? ഇന്ത്യ പിന്തുടരുന്ന കാര്യനിർവഹണ രീതി പാർലമെന്ററി വ്യവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ? സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ആർട്ടിക്കിൾ 32. അടുത്തത്, ഇന്ത്യക്കൊരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 52. സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാര്? ഉദ്യോഗസ്ഥ വൃന്ദം. ഇതെല്ലാം SCERT ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ആർട്ടിക്കിൾ 38 ഉൾപ്പെടുന്നത് എന്ത്? ജനക്ഷേമം, അസമത്വം ഇല്ലാതാക്കൽ, സാമൂഹിക നീതി. ഇതെല്ലാം ആർട്ടിക്കിൾ 38 ഉൾപ്പെടുന്നുണ്ട്. സീനിയർ സിറ്റിസൺ ആക്ട്. സീനിയർ സിറ്റിസൺ ആക്ടുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയെ ചേരുംപടി ചേർക്കുക. ഇത് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. ഞാൻ ഇതുവരെ മുൻവർഷ ചോദ്യ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. ക്ഷേമം 2K,
ബന്ധു 2G, രക്ഷിതാവ് 2D, കുട്ടികൾ 4, അത് A. 2A, 2 എന്നുള്ളതിലെ ADGK 4 പിരിവുകളാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് തന്നെ പഠിക്കുക. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം കാണുന്നത്. പോക്സോ നിയമം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെടുന്ന പേര്. ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ. അതിന്റെ സൈഡിലോട്ട് എഴുതി വെക്കണം. നിയമം നിലവിൽ വന്നത് 2012. അറ്റോർണി ജനറലിന്റെ കാലാവധി ഭരണഘടനയിൽ നിർദ്ദേശിച്ചിട്ടില്ല എന്നതാണ് ഉത്തരം. പി.കെ. തുങ്കൻ കമ്മിറ്റി നമ്മൾ മുമ്പേ പറഞ്ഞു. ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ത്രിതല പഞ്ചായത്ത് സംവിധാനം തുടരണം. വനിതാ സംവരണം നിർബന്ധമാക്കണം. പഞ്ചായത്ത് രാജ് സമിതികളുടെ കാലാവധി 5 വർഷമാക്കണം. 1, 2, 4 ശരി. പി.കെ. തുങ്കൻ കമ്മിറ്റി. ലോകത്താദ്യമായി ഉപഭോക്തൃ സംവരണം എന്ന വിഷയത്തെക്കുറിച്ച് പരാമർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി. സോളിസിറ്റർ ജനറൽ ഓഫീസിന്റെ ഭരണഘടനാപരമായ അടിസ്ഥാനം. മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഭരണഘടനയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ല. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? മൂന്നും 4 തെറ്റാണ്. 4 ശരിയാ, 2ഉം 3ഉം തെറ്റാണ്. പൗരത്വം ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. മൗലിക കർത്തവ്യങ്ങൾ 51A. 2ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005 വകുപ്പ് 8 പ്രതിപാദിക്കുന്നത് എന്തിനെ പറ്റിയാണ്? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നിയമനം. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമനം, രാജി, നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് അധികാരമുള്ളത് ആർക്ക്? ഓപ്ഷൻ എ ഗവർണർ. കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക. അത് നമ്മൾ SCERT പഠിച്ചു. കൺകറന്റ് ലിസ്റ്റ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത. ഇന്ത്യൻ പൗരനായിരിക്കണം. 35 വയസ്സായിരിക്കണം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവരുൾപ്പെടുന്നത്. കാര്യനിർവഹണ വിഭാഗം. ഇതൊക്കെ SCERT ക്വസ്റ്റ്യൻ ആണ്. 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അംഗീകരിച്ച രാഷ്ട്രപതി. അപ്പൊ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്നെഴുതുക. അതിന് നേരെ എഴുതുക രാംനാഥ് കോവിന്ദ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, നമ്മളിപ്പോ പറഞ്ഞ പോക്സോ ആക്ട്, നിലവിൽ വന്ന തീയതി 2012 നവംബർ 14. നവംബർ 14 ശിശുദിനമാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കുക. 2012 നവംബർ 14. ആദ്യ EMS മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 11. അറ്റോർണി ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 76. വിവരങ്ങൾ ജനാധിപത്യത്തിലെ നാണയങ്ങളാണ്
ആരുടെ വാക്കുകൾ? തോമസ് ജെഫേഴ്സൺ. ഇന്ത്യൻ ഫോറിൻ സർവീസ് താഴെ പറയുന്നവയിൽ ഏതിൽ ഉൾപ്പെടുന്നു? സെൻട്രൽ സർവീസ്. ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട ഘടകങ്ങൾ. SCERT ക്വസ്റ്റ്യൻ. അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ 4 ഘടകങ്ങൾ പഠിക്കുന്നുണ്ട്. ജനങ്ങൾ, ഗവൺമെന്റ്, ഭൂപ്രദേശം, പരമാധികാരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി. ഇന്ത്യൻ പോലീസ് സർവീസ് ആരംഭിച്ചത് ആര്? കോൺവാലിസ് പ്രഭു. മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണറാണ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ 164. കേരളത്തിൽ ആദ്യ നിയമസഭ നിലവിൽ വന്നപ്പോഴും പിരിച്ചുവിട്ടപ്പോഴും ഉള്ള ഗവർണർ? ബി. രാമകൃഷ്ണ റാവു. നമ്മൾ ഏകദേശം പകുതിയോളം ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം പ്രയോജനകരമായ ഒരു സെഷനാണെന്ന്. താഴെ തന്നിരിക്കുന്നതിൽ ഡെമോക്രസി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ഹെറോഡോട്ടസ്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം എത്രയായിരുന്നു? 21. എല്ലാ വർഷവും നിയമസഭാ ദിനമായി ആചരിക്കുന്ന തീയതി? ഏപ്രിൽ 27. ഇന്ത്യയിൽ സംവരണത്തിന്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മൗലികാവകാശം? ആർട്ടിക്കിൾ 17. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും സംരക്ഷണ ചെലവായി പ്രതിമാസം 10,000 രൂപ നൽകാൻ ട്രൈബ്യൂണലിന് ഉത്തരവിടാം. ഒന്നിലധികം വ്യക്തികൾക്ക് സംരക്ഷണ ഉത്തരവ് നൽകിയിട്ടുണ്ടെങ്കിൽ അവരിൽ ഒരാളുടെ മരണം മറ്റുള്ളവരുടെ സംരക്ഷണ ബാധ്യത ഇല്ലാതാക്കുന്നില്ല. അന്വേഷണ സമയത്ത് കുട്ടികളുടെയോ ബന്ധുക്കളുടെയോ ഹാജർ ഉറപ്പാക്കാൻ ട്രൈബ്യൂണലിന് ഒരു ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ അധികാരമുണ്ടായിരിക്കും. ട്രൈബ്യൂണൽ ഉത്തരവനുസരിച്ച് കുട്ടികളോ ബന്ധുക്കളോ അടയ്ക്കേണ്ട തുക വിധി വന്ന് 30 ദിവസത്തിനകം മുഴുവൻ തുകയും ട്രൈബ്യൂണൽ നിർദ്ദേശിക്കുന്ന രീതിയിൽ നിക്ഷേപിക്കണം. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ എണ്ണം? 3. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം. ആരുടെ വാക്കുകൾ? എബ്രഹാം ലിങ്കൺ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഗ്രാമസഭയുടെ സവിശേഷതയിൽ തെറ്റായത് കണ്ടെത്തുക. ഒന്നാമത്തത് തെറ്റാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. നഗരങ്ങളിൽ ഗ്രാമസഭകളെ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെട്ട എല്ലാ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. ഇത് SCERT നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പൗരാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെ പറ്റി പരാമർശിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക രേഖ? മാഗ്ന കാർട്ട. ഇതും SCERT ആണ്. നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്ന രാജ്യം? നിയമവാഴ്ച ബ്രിട്ടൻ.
പോക്സോ നിയമം അനുസരിച്ച് ചട്ടങ്ങൾ തയ്യാറാക്കേണ്ടത് ആര്? കേന്ദ്ര ഗവൺമെന്റ്. ഇപ്പോഴത്തെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ലോക്സഭ അറിയപ്പെടുന്ന മറ്റു പേരുകൾ: ഹൗസ് ഓഫ് പീപ്പിൾ, ലോവർ ഹൗസ്, ഫസ്റ്റ് ചേംബർ, പോപ്പുലർ ഹൗസ്. ഇതെല്ലാം ലോക്സഭയുടെ മറ്റു പേരുകളാണ്. കേരള നിയമസഭയിലെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ച തീയതി 1957 ജൂൺ 7. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനും അത്തരം നടപടികൾക്ക് ശിക്ഷ നടപ്പിലാക്കാനും കൊണ്ടുവന്ന നിയമം. പൗരാവകാശ നിയമം 1955. ചേരുംപടി ചേർത്തുക. ആർട്ടിക്കിൾ 14(1), 14(2), 18, 17. ആർട്ടിക്കിൾ 14(1) നിയമത്തിനു മുന്നിൽ തുല്യത. ആർട്ടിക്കിൾ 14(2) തുല്യ നിയമ സംരക്ഷണം. ആർട്ടിക്കിൾ 18 ബഹുമതികൾ നിർത്തലാക്കൽ. ആർട്ടിക്കിൾ 17 അയിത്ത നിർമാർജനം. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 74-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. മുനിസിപ്പാലിറ്റി സംവിധാനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു. 1993 ജൂൺ 1 ഭേദഗതി 74-ാം ഭേദഗതി നിലവിൽ വന്നത്. അന്ന് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭാഗമാണ് ഭാഗം 9A. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സന്താളി ഭാഷയിലുള്ള ഭരണഘടന പുറത്തിറക്കിയതാര്? ദ്രൗപദി മുർമു. ഏത് കേസിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ മനസ്സറിയാനുള്ള താക്കോൽ എന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ബറൂബറി കേസ്. ജാതി, മതം, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിവേചനമില്ലാതെ സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും തുല്യ പരിഗണന എന്ന അവസ്ഥ. ഓപ്ഷൻ ബി സാമൂഹിക നീതി. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അനുച്ഛേദം. അനുച്ഛേദം 368. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന്? SCERT ക്വസ്റ്റ്യൻ. ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. വലുത് ഇന്ത്യ, ചെറുത് അമേരിക്ക. ഭരണഘടനാ ദിനത്തിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏത് അനുബന്ധ സ്ഥാപനത്തിലാണ് അംബേദ്കറുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിച്ചത്? യുനെസ്കോ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത്? ഒന്നും ഉൾപ്പെടത്തില്ല. ആദ്യ ലിഖിത ഭരണഘടന അമേരിക്കയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയാണ്. ഭരണഘടന എഴുതാൻ 2 വർഷം 11 മാസം 17 ദിവസം. അത് തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകളല്ല 9 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ അതും തെറ്റ്. 8 അല്ല. അപ്പൊ 1, 3, 4 തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ വ്യക്തി. നമ്മൾ പെട്ടെന്ന് ഡോക്ടർ BR അംബേദ്കറെ പറയും. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. തന്നിരിക്കുന്നവയിൽ നിന്ന്
ഓർഡിനൻസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഗവൺമെന്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 213. 6 മാസമാണ് ഓർഡിനൻസ് കാലാവധി. കാലാവധിക്ക് മുൻപ് ഓർഡിനൻസ് പിൻവലിക്കാനുള്ള അധികാരം പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. അത് 3 ശരിയാണ്. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഗവർണറായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി സാക്കിർ ഹുസൈൻ. സംസ്ഥാന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന ഏത് ശിക്ഷയും നിർത്തിവെക്കാനോ ഇളവ് നൽകാനോ ഉള്ള അധികാരം സംസ്ഥാന ഗവർണർക്ക് നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ആർട്ടിക്കിൾ 161. 1919 ലണ്ടനിൽ നടന്ന 2ാം വട്ടമേശ സമ്മേളനത്തിൽ തൊഴിലാളികളുടെ പ്രതിനിധിയായി പങ്കെടുത്ത വ്യക്തി. വി ഗിരി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? അസാം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ഭരണഘടനാ അസംബ്ലി രൂപീകരിച്ചത് ഡാഷിന്റെ വ്യവസ്ഥകൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ക്യാബിനറ്റ് മിഷൻ 1946. ഭരണഘടനയുടെ മുൻഗാമി എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതില് ഉൾപ്പെടാത്ത വ്യവസ്ഥകൾ ഏതെല്ലാം? പൂർണ്ണ സ്വരാജ് അതിലില്ല. ഇന്ത്യക്ക് ഡൊമിനിയൻ പദവി അതിലില്ല. ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. ഭരണവിഷയങ്ങളെ ഫെഡറൽ ലിസ്റ്റ്, പ്രൊവിൻഷ്യൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിങ്ങനെ 3ആയി തിരിച്ചു. ദേശീയ കർഷക ദിനം ഡിസംബർ 23. ചാണക്യ എന്ന തൂലികാ നാമത്തിൽ രചന നടത്തിയിരുന്നത് ആര്? ജവഹർലാൽ നെഹ്റു. വ്യത്യസ്ത ചോദ്യമാണ്. പ്രധാനമന്ത്രിയുടെ ശമ്പളം തീരുമാനിക്കുന്നത് പാർലമെന്റ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതെന്ന്? 1991 മെയ് 21. ഇന്ത്യൻ പാർലമെന്റിന്റെ പിൻകോഡ് 110001. നല്ല ചോദ്യമാണ്. വിവരാവകാശ നിയമം 2005 അനുസരിച്ച് ചോദിക്കേണ്ട രീതിയിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഇംഗ്ലീഷ്, ഹിന്ദി അല്ലെങ്കിൽ പ്രാദേശികമായ ഔദ്യോഗിക ഭാഷ ഉപയോഗിക്കാം. അപേക്ഷ വെള്ളക്കടലാസിൽ എഴുതി നൽകിയാൽ മതി. അപേക്ഷകനുമായി ആശയവിനിമയം നടത്തുന്നതിന് മേൽവിലാസം ആവശ്യപ്പെടാം. അപേക്ഷ നൽകിയതിന്റെ കാരണം ചോദിക്കാൻ പറ്റില്ല. അത് തെറ്റാണ്. 1993 മനുഷ്യാവകാശ നിയമം ഭേദഗതി ചെയ്ത വർഷങ്ങൾ? 2006 2019. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എന്റെ സങ്കല്പം: അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം വേണം. ആരുടെ വാക്കുകൾ? ഗാന്ധിജിയുടെ വാക്കുകൾ. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത്? എല്ലാം തെറ്റായ പ്രസ്താവനകളാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആര്? 11 ചോദിച്ചത്. APJ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം? ഇന്ത്യ. ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം 2005. അതിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുക്കുക. അഭയമന്ദിരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 6. പരാതിക്കാരിക്കുള്ള ചികിത്സാ സഹായം പ്രതിപാദിക്കുന്നത് 7. ആകെ അധ്യായങ്ങളുടെ എണ്ണം 5.
ആകെ വകുപ്പുകൾ 37. എല്ലാം ശരിയാണ്. ഒന്നാം കേരള നിയമസഭയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തവ ഏതൊക്കെ? ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ലോകത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ഇതെല്ലാം ഉൾപ്പെടും, തെറ്റായിട്ടൊന്നുമില്ല. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 54. പോക്സോ നിയമം നിലവിൽ വന്നത് 2012 നവംബർ 14. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 105-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നിലവിൽ വന്നത് 1961, ആസ്ഥാനം ലണ്ടൻ, സ്ഥാപകൻ പീറ്റർ ബെനർസൺ, ആപ്തവാക്യം ഇരുട്ടിനെ പഴിക്കുന്നതിലും നല്ലത് മെഴുകുതിരി തെളിക്കുന്നതാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് എഴുതുക, ഹൈഫൻ ഇടുക, 1961, ഹൈഫൻ ലണ്ടൻ, സ്ഥാപകം പീറ്റർ ബെനർസൺ, ആപ്തവാക്യം. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടെന്ന് മാത്രമല്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടുമൊക്കെ മുഴുവൻ PDF നോട്ടുകളും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് അവൈലബിൾ ആകുന്നത്. അപ്പോൾ LDC ക്ലാസ്, ഫുൾ LDC ക്ലാസ് നീഡഡ് എന്നുള്ളത് 7736968625 ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് PDF എല്ലാം അവൈലബിൾ ആകും. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.